ന്യൂസ് മലയാളം ഇംപാക്ട് വയനാട് 900 കണ്ടിയിൽ സ്വകാര്യ റിസോർട്ടിൽ ഗോത്ര മ്യൂസിയം നിർമ്മിച്ച ആദിവാസികളെ പ്രദർശന വസ്തുവാക്കുന്നുവെന്ന ആരോപണത്തിൽ ഇടപെട്ട മന്ത്രി ഒ.ആർ. കേളു. ഗോത്ര വിഭാഗത്തിന്റെ സംസ്കാരവും ജീവിതവും വിൽപ്പന ചരക്കാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ഒ.ആർ. കേളു. ഗോത്ര മ്യൂസിയത്തിനെതിരായ ആരോപണം പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് മലയാളം. ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് അവർ ദുരുപയോഗം ചെയ്യാൻ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്ഥാനമാണല്ലോ കേരളം. സാംസ്കാരികമായിട്ട് തന്നെ വിദ്യാഭ്യാസപരമായിട്ട് തന്നെ ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഒരു കേരളത്തിൽ ഒരു നമ്മുടെ ട്രൈബ്സിൻ്റെ പ്രാകൃത രീതിയിലേക്ക് വീണ്ടും അവരെ തിരിച്ചു കൊണ്ടുപോയി ഇത്തരം ടൂറിസം പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ ഒരു സാംസ്കാരിക അപജയത്തിന് കാരണമാകുന്നതാണ്. പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം. മേപ്പാടി പഞ്ചായത്തിലെ 900 കണ്ടിയിലെ 900 കണ്ടി എക്കോ പാർക്ക് എന്ന സ്വകാര്യ റിസോർട്ടിൽ പ്രവർത്തനം ആരംഭിച്ച ട്രൈബൽ മ്യൂസിയത്തിനെതിരെയാണ് വിവിധ ആദിവാസി സംഘടനകളും നേതാക്കളും പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ആദിവാസി വിഭാഗങ്ങളെ കച്ചവട ചരക്കാക്കുന്നതാണ് ഈ പദ്ധതി എന്നാണ് ആദിവാസി ക്ഷേമ സമിതി അടക്കം മുഖ്യമന്ത്രിക്കുൾപ്പെടെ നൽകിയ പരാതി. എന്നാൽ ഒരു തരത്തിലും ഗോത്രവിഭാഗത്തെ ചൂഷണം ചെയ്യാൻ സർക്കാർ കൂട്ടുനിൽക്കില്ലെന്ന് പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു വ്യക്തമാക്കി. നമ്മൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കത് പരിശോധിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഈ ഇടയ്ക്ക് തന്നെ പലതരത്തിലും നമ്മുടെ ട്രൈബ്സിനെ ദുരുപയോഗം ചെയ്യുന്നുള്ള ഒരു രീതി ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ കുറേശ്ശെയായിട്ട് വളർന്നു വരികയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ ഒരു ജാഗ്രത തീർച്ചയായിട്ടും വേണ്ടി വരും. മന്ത്രി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും അതിലൊരു ഇടപെടലും ഒരു ശ്രദ്ധയും ഉണ്ടാവും. ഈ റിസോർട്ടിന്റെ ഉടമ ഈ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പറയുന്നില്ല. റിസോർട്ട് ഉദ്ഘാടനമാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് അന്ന് ഇത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല, പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച പട്ടികവർഗ മന്ത്രി ഒ.ആർ. കേളുവായിരുന്നു ഗോത്ര മ്യൂസിയം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ വിവാദങ്ങളെ തുടർന്ന് മന്ത്രിയും കൽപ്പറ്റ MLA ടി സിദ്ദിഖും പരിപാടിയിൽ പങ്കെടുത്തില്ല. ഇതിന് പിന്നാലെയാണ് വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് മലയാളം, വയനാട്.